പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, 1 യോഹന്നാൻ 4:16 തിരുവചനം പറയുന്നു, ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ദൈവം നമ്മെ അത്യധികമായി സ്നേഹിച്ചു. സ്വപുത്രനെ നമുക്കായി നൽകി തൻ്റെ സ്നേഹം ദൈവം പ്രകടിപ്പിച്ചു. യേശുവാകട്ടെ സ്വജീവൻ നമുക്കായി ബലിയർപ്പിച്ചു. ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ യേശുനാഥൻ നമ്മുടെ രക്ഷയ്ക്കായി പീഡകൾ ഏറ്റെടുത്ത് കുരിശിൽ നമുക്കായി മരിച്ചു. യോഹന്നാൻ 13:35 യേശു ശിഷ്യന്മാർക്ക് അന്ത്യകൽപ്പന കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ നാം കള്ളമാണ് പറയുന്നത്. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. 1 യോഹന്നാൻ 3:15 തിരുവചനം പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നർത്ഥം. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും വിശ്വാസവും നമ്മുടെ പ്രവർത്തികളിലൂടെയാണ് പ്രകടമാക്കേണ്ടത്. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. 1 യോഹന്നാൻ 3:17 തിരുവചനം പറയുന്നു, ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയുമ്പോഴാണ് സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ, അവർക്ക് നന്മകൾ ചെയ്യുവാനും നമുക്ക് കഴിയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:40 യേശു പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നമ്മുടെ മുൻപിൽ വരുന്ന വിശക്കുന്നവരിലും ദുരിതം അനുഭവിക്കുന്നവരിലും ആവശ്യത്തിന് വസ്ത്രമില്ലാത്തവരിലും രോഗികളിലും അവശത അനുഭവിക്കുന്നവരിലും നമ്മുടെ സഹായം അർഹിക്കുന്നവരായി കാണപ്പെടുന്നവരിലുമെല്ലാം ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കണം. അവരെ സഹായിക്കുമ്പോൾ യേശുവിന് തന്നെയാണ് നാം ചെയ്തു കൊടുക്കുന്നത്. നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതയും നാം നേടിയെടുക്കുകയാണ്. സ്വർഗത്തിലായിരിക്കും അപ്പോൾ നമ്മുടെ നിക്ഷേപം. എന്നാൽ നമ്മുടെ സഹായം അർഹിക്കുന്നവരെ നാം നിരസിക്കുന്നുവെങ്കിൽ, അവഗണിക്കുന്നുവെങ്കിൽ യേശുവിനെയാണ് നാം തള്ളിക്കളയുന്നത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത്, അന്ത്യവിധിയിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് നിത്യശിക്ഷയായ നരകാഗ്നിയായിരിക്കും. വെളിപാട് 22:12 ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ യേശു നമ്മെയും കൂട്ടി പിതാവിൻ്റെ പക്കലേക്ക് പോകുവാനായി വരുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത നാം നേടിയെടുക്കണം. അവ നമ്മുടെ സൽപ്രവർത്തികൾ തന്നെയാണ്. ഒരേ ഒരു ജന്മമാണ് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ളത്. അതിനാൽ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.